നമുക്കൊരു ജേർണൽ ചെയ്താലോ? സിമ്പിളായിട്ടൊരു ജേർണൽ ത്രെഡ് ചെയ്താലോ? എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ കൂടുതലും ഇപ്പം ജേർണലിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ആക്ച്വലി ഞാനൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട് 15 ദിവസത്തിൽ 15 എപ്പിസോഡായിട്ടുള്ള. അപ്പം നിങ്ങളെൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സെക്കൻഡ് എപ്പിസോഡ്. ഇതിൽ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടൊരു ത്രെഡാണ് ചെയ്യുന്നത്. ഇതിലിങ്ങനെ ഗ്രിഡ് ലൈൻ വരുന്ന എല്ലാ പാറ്റേൺ പേപ്പേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ വരച്ചുണ്ടാക്കിയതാണ്. ഗ്രീനും ഓറഞ്ച് കളറുമാണ് ഇതിൽ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗ്രീൻ തീം തന്നെ ഇന്ന് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇതൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഗ്രീൻ ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും മുറിച്ച് അത് ഒട്ടിച്ച് കൊടുക്കുക. ഇതിൽ ആക്ച്വലി ഞാൻ എന്താ എഴുതുക എന്ന് ആലോചിച്ചപ്പം എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വന്ന് ഈ ഇയർ ഇവിടെ കഴിയാനായല്ലോ. അപ്പം ഇനി ഞാൻ അടുത്ത വർഷത്തൊക്കെ കിടക്കുമ്പോൾ ഞാൻ എന്താണ് എന്നിൽ ക്വിറ്റ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പം എനിക്ക് കുറേ ഇതുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ക്വിറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട എൻ്റെ ലൈഫിൽ അത് എഫക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു കവായ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇത് നിർത്താം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളും എഴുതി ഞാൻ എന്താണ് ഇതാക്കുന്നത് എന്നുള്ളത്. ആദ്യം പെന്നോണ്ട് എഴുതിപ്പം വീഡിയോയിൽ കാണുന്നില്ല തോന്നിയതുകൊണ്ടാണ് കളർ വെച്ചിട്ട് എഴുതാൻ തുടങ്ങിയത്. നേരിട്ട് കാണുന്നുണ്ട്, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചപ്പോൾ ഭയങ്കര സിമ്പിളായി പോയെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനൊരു 2-3 സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിലും ഭയങ്കര ആഡംബരമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ സീരീസ് തുടരണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ.